നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. വൃശ്ചികം 29-ാം തീയതി തിങ്കളാഴ്ച രാത്രി 4:09 ചോതി 3-ാം പാദത്തിൽ ധനുരവി സംക്രമം നടന്നു കഴിഞ്ഞു. ധനുമാസത്തിൽ 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഈ ധനുമാസത്തിൽ കൂടുതൽ ഗ്രഹങ്ങൾ സപ്പോർട്ടായിട്ടുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതെന്നും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതെന്നുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരം മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ ആദിത്യൻ, ചൊവ്വ, ശുക്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഇപ്പോൾ എല്ലാ ഗ്രഹങ്ങളും സപ്പോർട്ടായിട്ടുള്ള രാശിക്കാരും ഒന്നോ രണ്ടോ ഗ്രഹങ്ങൾ സപ്പോർട്ട് അല്ലാതെ നിൽക്കുന്ന രാശിക്കാരും ഉണ്ട്. അവരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഭൂരിപക്ഷം ഗ്രഹങ്ങളും സപ്പോർട്ടായിട്ടുള്ള രാശിക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളും ലഭിക്കും. അവർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കർമ്മഭാഗ്യത്താലും ബിസിനസ് ഭാഗ്യത്താലും ലോട്ടറി ഭാഗ്യം കൊണ്ടും ഊഹക്കച്ചവടത്തിൽ നിന്നും അങ്ങനെ പല മേഖലകളിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. അത് ഏതെല്ലാം രാശിക്കാരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ രാശിയാണ് തുലാം രാശി. ചിത്തിരയുടെ 3-4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1-2-3 പാദങ്ങൾ ഉൾപ്പെടുന്ന രാശിയാണ് തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവാധിപനായ ബുധൻ 2-ലും 3-ാം ഭാവങ്ങളിലുമായി ഈ മാസം സഞ്ചരിക്കുന്നു. 3-ാം ഭാവത്തിൽ ആദിത്യൻ, ചൊവ്വ, ശുക്രൻ എന്നിവയും 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ശനി, 9-ാം ഭാവത്തിൽ വ്യാഴം, 11-ൽ കേതു. ഈ ഗ്രഹസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മാസമാണ് ഈ ധനുമാസം. 3-ൽ ആദിത്യൻ നിൽക്കുന്നതിനാൽ സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും. കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലും അംഗീകാരം, കീർത്തി എന്നിവ ഉണ്ടാകുന്നതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. ഊർജ്ജസ്വലതയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാനാകും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും. കൂടാതെ ചൊവ്വ 3-ാം ഭാവത്തിൽ അഭീഷ്ട ഫലങ്ങൾ തന്ന് നിൽക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ആത്മധൈര്യത്തോടെയും ഊർജത്തോടെയും പ്രതിരോധിക്കാനാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടും. ബിസിനസ് ഗുണപ്രദമായിരിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അവ അനുകൂലമായി തീരുമാനമാകുന്നതാണ്. ചൊവ്വ 3-ൽ നിൽക്കുന്നതുകൊണ്ട് സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി യോജിച്ചു പോകുന്നതിനും സഹകരിച്ച് മുന്നോട്ട് പോകാനും ആകും. ബുധനാകട്ടെ 2-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലും ഈ മാസം സഞ്ചരിക്കുന്നു. ധനം, വാക്ക്, കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി, പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ ലാഭവർദ്ധനവ്, ധനലാഭം, ആശയവിനിമയം ഗുണപ്രദമാകും. വാക്കുകളിൽ മിതത്വം സ്വീകരിക്കും. ഏകാഗ്രത, ബന്ധുഗുണം, സുഹൃത് ഗുണം എന്നിവയും ഉണ്ടാകും. ശനിയാകട്ടെ അനുകൂലനാണ്. 6-ാം ഭാവത്തിൽ രോഗശമനം, അലച്ചിലുകൾ, മാനസിക പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും ശ്രേഷ്ഠമായ ഫലങ്ങൾ കാണാനാകും. ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനും ഏതു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു പോകാനും ആകും. ഏതു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വിജയം കാണാനാകും. ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും എന്നർത്ഥം. വ്യാഴം 9-ാം ഭാവത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്നു. ഈശ്വരാധീനം വേണ്ടുവോളമുള്ള സമയം. ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും നിലനിൽക്കും. ശുക്രൻ 3-ാം ഭാവത്തിൽ സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, ശത്രുവിജയം, സമൂഹത്തിൽ പേരും പ്രശസ്തിയും, ആത്മവിശ്വാസവും ശൗര്യം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്തു പോകാനും ആകും. കേതു 11-ൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്നു. കർമ്മരംഗത്ത് നല്ല പുഷ്ടിയും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. ധനപരമായ പ്രതിസന്ധികൾ മാറി ധനപുഷ്ടി ഉണ്ടാകും. ബിസിനസ് തുടങ്ങുന്നതിനും അവയിൽ വിജയിക്കാനും ആകും. ശരീരസുഖം, മനസ്സുഖം, കുടുംബ സൗഖ്യം, അംഗീകാരം, കീർത്തി എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. രാഹു മാത്രം അത്ര സപ്പോർട്ടിലല്ല നിൽക്കുന്നത്.
5-ാം ഭാവം സന്താനഭാവം. വിദ്യാഭ്യാസത്തിൽ അനിശ്ചിതാവസ്ഥ, ഉപരിപഠനത്തിൽ ഏകാഗ്രത കുറവ്, സന്താനങ്ങൾക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ, അസ്വാരസ്യങ്ങൾ, സ്വന്തം മനസ്സിന് ചാഞ്ചല്യം, ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടാകാം. അങ്ങനെ തുലാം രാശിക്കാർക്ക് ഈ മാസം ഭൂരിപക്ഷം ഗ്രഹങ്ങളും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. രാഹു അത്ര സുഖമല്ല എങ്കിലും ബാക്കി എല്ലാ ഗ്രഹങ്ങളും സപ്പോർട്ടാണ്. നേട്ടങ്ങൾ കൂടുതലുള്ള മാസമാണ്. ലോട്ടറി പരീക്ഷിക്കാവുന്നതാണ്. ഭൂമി ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് വഴിയോ മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നത് വഴിയോ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി കൂടുതൽ ഗ്രഹങ്ങൾ സപ്പോർട്ടായി നല്ല ഫലങ്ങൾ ചൊരിയാനായി കാത്തു നിൽക്കുന്ന അടുത്ത രാശിയാണ് കുംഭം രാശി. അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭം രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ൽ രവി, ചൊവ്വ, ശുക്രൻ എന്നിവയും സ്വന്തം രാശിയിൽ രാഹു. ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി പ്രകാരം ആദിത്യൻ 11-ൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക പുരോഗതി, വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും കർമ്മപുഷ്ടിയും, കർമ്മരംഗത്ത് അംഗീകാരം, മേലധികാരിയുടെ പ്രീതി, അപ്രതീക്ഷിതമായ ധനാഗമനം, ഓഹരി വിപണിയിൽ നിന്നും ഗുണാനുഭവങ്ങളും വർദ്ധിച്ചു നിൽക്കും. ഭൂമി ക്രയവിക്രയം ചെയ്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനാകും. കുടുംബത്ത് ഐശ്വര്യവും ഐക്യവും മനസ്സന്തോഷവും ഉണ്ടാകും. ചൊവ്വയാകട്ടെ 11-ാം ഭാവത്തിൽ സംക്രമിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ രാശി. സാമ്പത്തിക ഉയർച്ച, ആരോഗ്യം, സംതൃപ്തി, ഉന്നതി, ധനാഗമനം, ഔദ്യോഗികപരമായ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും സംതൃപ്തിയും ഉണ്ടാകുന്ന കാലം. അനുകൂലമായ ബിസിനസ് നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസപരമായി ചിന്തിച്ചാൽ ഉപരിപഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. തിളക്കമാർന്ന വിജയമുണ്ടാകും. വാഹന ലാഭം, ഭൂമി ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. ബുധനാകട്ടെ 10-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും സംക്രമിക്കുന്നു. ഔദ്യോഗിക രംഗത്ത് പുരോഗതി, മേലധികാരിയുടെ പ്രശംസ, അംഗീകാരം, കൂട്ടായ പ്രവർത്തനം, മനസ്സുഖം എന്നിവ നൽകും. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പുരോഗതിയും ഉണ്ടാകും. സർവകാര്യ വിജയം ഉണ്ടാകും. ബുധൻ 11-ാം ഭാവത്തിൽ സംക്രമിക്കുമ്പോഴും ധനപുഷ്ടി, ധനാഗമനം, ബിസിനസ് നേട്ടം, സാമ്പത്തിക അഭിവൃദ്ധി, ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിനും സന്താനങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങളും ഉണ്ടാകും. സർവകാര്യ വിജയം, ധനപുഷ്ടി, മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്കും ആശയങ്ങൾക്കും ഊർജമുണ്ടാകുന്നതാണ്. വ്യാഴമാകട്ടെ 5-ാം ഭാവത്തിൽ ഗുണാനുഭവങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന കാലം. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിച്ചു നിൽക്കും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. പൂർവ്വ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്ന കാലം. ഭാഗ്യക്കുറി ലഭിക്കുന്നതിനും സന്താനങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ശ്രേഷ്ഠമായ വിവാഹം നടന്നു കിട്ടുന്നതിനും ബുദ്ധിപരമായി ഏറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം. കർമ്മമേഖലയിലും ഉയർച്ചകൾ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. അതുപോലെ തന്നെ ശുക്രനും 10-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലുമായി ഈ മാസം സംക്രമിക്കുന്നു. സർവകാര്യ വിജയം, സർവാഭീഷ്ട സിദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ശനി 2-ാം ഭാവത്തിൽ 7ര ശനിയായി സംക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിദോഷം അത്ര തന്നെ ബാധിക്കുന്നില്ല. 7-ാം ഭാവത്തിൽ കേതു അത്ര ഗുണപ്രദമല്ല. ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷം ഗ്രഹങ്ങളും സപ്പോർട്ടായി നിൽക്കുന്നതുകൊണ്ട് ഏറെ ഗുണാനുഭവങ്ങൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം. ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. കച്ചവടത്തിലും വിജയമുണ്ടാകും. ക്രയവിക്രയം ചെയ്യുന്നത് വഴിയും അപ്രതീക്ഷിതമായ ധനാഗമനങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. ഈ 2 രാശിക്കാർക്കാണ് കൂടുതൽ ഗ്രഹങ്ങൾ സപ്പോർട്ടായിട്ടുള്ളത്. മറ്റു രാശിക്കാർക്ക് ചില ഗ്രഹങ്ങൾ സപ്പോർട്ടായിട്ടും ചില ഗ്രഹങ്ങൾ സപ്പോർട്ടല്ലാതെയുമാണ് നിൽക്കുന്നത്. സപ്പോർട്ടല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പരിഹാരങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്.
ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.